ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങോട്ട് നോക്കിയെന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഹോം ടൂറാണ് കാണിക്കുന്നത്. വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ 3 ബെഡ്റൂം വീടാണ്. ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീടിൻ്റെ ഇൻസൈഡ് എല്ലാം കാണിക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ നാട്ടിൽ വലിയ വീടും വലിയ പറമ്പും ഒക്കെ ആയിട്ട് സാധാരണ നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെയാണ്. എന്നാൽ വിദേശത്തൊക്കെ ആണെങ്കിൽ മക്കളൊക്കെ വലുതായി വെളിയിലൊക്കെ പോയി കഴിഞ്ഞ് അവർ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ടും പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പം വീട്ടിലെ അച്ഛനും അമ്മയും തനിച്ചാവുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, എംപ്റ്റി നെസ്റ്റേഴ്സ് എന്ന്. വീടിനെ എംപ്റ്റി നെസ്റ്റ് എന്ന് പറയും. അത് കിളികളൊക്കെ പറന്നു പോയ കാലിയായ കിളിക്കൂടെന്ന് പറയും. അങ്ങനെയുള്ള സമയത്ത് അവരൊക്കെ ചെറിയ വീട്ടിലോട്ട് മാറുകയോ അല്ലെങ്കിൽ കെയർ ഹോമിലോട്ട് മാറുകയോ ചെയ്യുന്നത് അവിടെ സർവ്വസാധാരണമാണ്. അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് എംപ്റ്റി നെസ്റ്റേഴ്സും എംപ്റ്റി നെസ്റ്റും ആയിക്കൊണ്ടേയിരിക്കുന്നു. മക്കളെല്ലാം പുറത്ത് പോവുക, ജോലിക്കാര്യത്തിന് പോവുക എന്നുള്ളത് ഒരു അനിവാര്യതയായിട്ടുണ്ട്. അവർക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പേരൻസ് വലിയ വീടിനകത്ത് അവർക്ക് മാനേജ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും പറ്റാതെ കിടന്ന് വിഷമിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ചെറിയൊരു വീട് മതി, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു വീട് മതി എന്ന് വെച്ച് ഞങ്ങളൊരു ചെറിയ വീടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ചെറിയ ലോകം, അവിടേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നമ്മളെ വയസ്സായി വാർദ്ധക്യമായി എന്നൊന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ആരും നമുക്ക് സന്തോഷം കൊണ്ട് തരില്ലല്ലോ, നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തുക. അങ്ങനെയാണ് ഞാൻ. എനിക്ക് ചെറുതായിട്ട് എഴുതും, ഒരുപാട് വായിക്കും, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളൊക്കെ ഇടും. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ സന്തോഷം സ്വയം കണ്ടെത്തി ഇങ്ങനെ നമ്മളെ തന്നെ എൻഗേജായി വെക്കുമ്പോൾ നമ്മളിൽ വാർദ്ധക്യം വന്നെന്നോ അസുഖങ്ങൾ വന്നെന്നോ ഒരു ഫീല് നമുക്ക് തോന്നത്തില്ല. അല്ലാതെ ആരും സന്തോഷം കൊണ്ട് തരത്തില്ല. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലേ ഉള്ളൂ എന്നൊരു കാര്യം കൂടെ ഞാൻ കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാനും ഒരു യൂട്യൂബ് പോലെയൊക്കെയുള്ള പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്. എല്ലാവരും അത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ലോകത്തിലേക്ക് നിങ്ങളെയും കൂടെ വിളിക്കുകയാണ്. വരൂ, നമുക്ക് വീട്ടിനുള്ളിലേക്ക് കയറാം. അപ്പോൾ വീട്ടിലേക്ക് സ്വാഗതം. പിള്ളൈസ്, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഹാളിലേക്കാണ് കയറുന്നത്. ഞങ്ങൾ 3 വർഷമായതേ ഉള്ളൂ ഈ വീട്ടിലേക്ക് വന്ന് താമസമായിട്ട്. ഇത് പഴയ ഒരു വീടായിരുന്നു. അതിനെ ഇപ്പോൾ ഞങ്ങളൊന്ന് റെനോവേറ്റ് ചെയ്തെടുത്തതാണ് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പൂജാ സ്പേസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ എനിക്ക് ഇരുന്ന് നാമം ജപിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ആയിട്ട്, നാരായണിയൊക്കെ വായിക്കാനൊക്കെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലവർ പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കബോർഡ് പോലെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു തടിയിൽ ചെയ്ത ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. ഇതെൻ്റെ മരുമകൻ ആദ്യമായിട്ട് ഡൽഹിയിൽ മോളെ കാണാൻ വന്നപ്പോൾ ഗിഫ്റ്റായിട്ടുണ്ടെന്നാണ്. ഞാനത് പ്രഷ്യസായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പൂജാ സാധനങ്ങളൊക്കെ ഈ ചെറിയൊരു കബോർഡിനകത്ത് പൂജാ സാധനങ്ങൾ, വിളക്കുകൾ, പഴയ പാത്രങ്ങൾ, അങ്ങനെ ഓട്ടുപാത്രങ്ങൾ അതൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചെറിയ സ്പേസ് ഇവിടെ നേരത്തെ ഉള്ളതാണിത്. അത് ഞങ്ങൾ ഇടിച്ച് കളഞ്ഞില്ല റെനോവേറ്റ് ചെയ്തപ്പോഴും. പിന്നെ ജനലുകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കാറ്റും വെളിച്ചമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഇവിടെ. ഈ സ്ഥലത്താണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. ഇത് ഞാൻ വെളിയിൽ നിന്ന് മേടിച്ച ഒരു മന്ദിർ പോലെ ഇങ്ങനെ മേടിച്ച് അതിനകത്താണ് വിളക്ക് കത്തിക്കുന്നത്. എൻ്റെ വലിയ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്ന അർദ്ധനാരീശ്വരനാണ്. പിന്നെ ബാക്കി എല്ലാ ദേവീ ദേവതകളെയും ചെറിയ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിളക്കും കുറച്ച് ഫോട്ടോയും ഡൽഹിയിൽ നിന്നേ കൊണ്ടുവന്ന് എക്സ്ട്രാ ഉള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ സ്പേസാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് ഹാളിലേക്ക് കിടക്കാം. ഹാളിൽ സ്റ്റെയർ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നില പണിതിട്ടില്ല. ആദ്യം പണിതപ്പോൾ സ്റ്റെയർ വെച്ച് മുകളിലോട്ട് കൂടെ പണിയാമെന്ന് വെച്ചിട്ട്, പിന്നെ ഇപ്പോൾ ഞങ്ങൾ 2 പേരും തനിയായതുകൊണ്ട് മുകളിലോട്ട് പണിതിട്ടില്ല. പിന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഓവറോൾ ഞാനൊരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് ഹാളിന് കൊടുത്തിട്ടുള്ളത്. കർട്ടനും കുഷ്യൻസും എല്ലാം ആയിട്ട് ടോട്ടലി ഒരു ഹാളിൻ്റെ ലുക്ക് ഇതാണ്. പിന്നെ സ്പെഷ്യലി പറഞ്ഞാൽ ഈ വോള് ഞാൻ എൻ്റെ ലവ് ബേഡ്സിൻ്റെ നെസ്റ്റ് എന്ന് പറയും. ഈ ഭാഗം ഞങ്ങൾ വെച്ചിരിക്കുക. അച്ഛൻ കിളിയും അമ്മ കിളിയും കുഞ്ഞു കിളികളും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസാണ് ഈ വെച്ചിരിക്കുന്നത്. മകനും മരുമകളുമാണ്. മകളും മരുമകനും കുട്ടികളും ഞങ്ങളും ഞങ്ങളുടെ കുടുംബമാണിത്.
കുഞ്ഞുങ്ങളും എല്ലാവരുമുള്ള കുടുംബ ഫോട്ടോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർണറിൽ ഞാൻ വിഷുക്കണിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൃഷ്ണനും ഗണപതിയും ഒരു മിററും ഒരു വാൾ ഹാങ്ങിങ്ങും എല്ലാം വെച്ചിട്ടുണ്ട്, നിറവറയും എല്ലാം കൂടെ. ഈ മിറർ സ്പെഷ്യലി പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിലെ എൻ്റെ കൂട്ടുകാരി ലാലി സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി തന്നതാണ്. എണ്ണക്കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ മിററിൽ ഒട്ടിച്ച് വെച്ച് മുത്തുകൊരുത്ത ഒരു ഡെക്കറേഷൻ കൂടെ ചെയ്തിട്ടാണ് അവൾ എനിക്കിത് ഉണ്ടാക്കി തന്നത്. വളരെ പ്രഷ്യസായിട്ട് ഞാനിത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മയിൽപ്പീലി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ മയിൽപ്പീലി പോയി, ഇനി വേറെ മേടിച്ച് വയ്ക്കണം. പിന്നെ ഇവിടെ ഒരു വിളക്കും ഒരു ചെറിയ നിറവറയും ഉരുളിക്കകത്താക്കി ഇങ്ങനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിഷുക്കണി സമയത്താണ് ഇവിടെ ഒരു ടേബിളും കൂടെ കൊണ്ടിട്ടിട്ട് വിഷുക്കണിയൊക്കെ ഒരുക്കി വെക്കുന്നത് ഞാനിവിടെയാണ്. ഇനിയും അടുത്ത വോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ കോർണറിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഒരു ടീ പോട്ടിനകത്ത് ഞാൻ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പ്ലാന്റ് വെക്കുന്നത് വളരെ ഇഷ്ടമാണ്, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. ഇവിടെ എനിക്ക് പഴയ എൻ്റെ കയ്യിലുള്ളായിരുന്നു ഒരു രവിവർമ്മ പെയിൻറ്റിംഗ് ആണ്. അത് ഞാൻ ഡൽഹിയിൽ നിന്ന് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നും ഇവിടെ കളഞ്ഞില്ല. ഇവിടെയും പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഭിത്തിയിലും കുറച്ച് സ്പേസ് കിടന്നെടുത്ത് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ മാത്രം എൻ്റെ കൈ കൊണ്ട് ചെയ്ത ചെറിയ കാര്യങ്ങൾ മാത്രം, ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇതൊരു രവിവർമ്മ പെയിൻറ്റിംഗ് ആണ്. ഈ കണ്ണാടി ആറന്മുള കണ്ണാടിയാണോ എന്ന് എന്നോട് എല്ലാവരും ചോദിക്കും. അല്ല, US ഒരു ഡോളർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണിത്. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കണ്ണാടി. ഇതിൻ്റെ സിൽവർ ഫ്രെയിമും അവിടെ കിട്ടുമായിരുന്നു. പിന്നെ ഈ ഭിത്തിയിൽ TV-യും ഒരു വാൾ ഹാങ്ങിങ്ങും പിന്നെ എൻ്റെ കുറച്ച് ബുക്സ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ബുക്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ അതൊന്നും ഡൽഹിയിൽ നിന്നെല്ലാം കൊണ്ടുവന്നില്ല, വായിച്ച് കഴിഞ്ഞതെല്ലാം ഓരോരുത്തർക്ക് കൊടുത്തു. ഇത് കുറച്ച് ബുക്സുകൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ബുക്സുകൾ. ഇതെൻ്റെ മോൻ എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്ന ബെസ്റ്റ് മം എവർ എന്നുള്ളൊരു കാർഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്പെഷ്യലി പറയാനുള്ളത്, ഈ ബുക്ക് കളക്ഷനിൽ ഞാൻ എഴുതിയ ഒരു ബുക്കും കൂടെ ഉണ്ട്. എൻ്റെ കഥയില്ലായ്മകൾ എന്ന പേരിൽ ഞാനൊരു നർമ്മലേഖന പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ്. വളരെ അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആ നർമ്മരസം കലർന്നുള്ള എഴുത്ത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. അവരുടെയൊക്കെ സ്വയം അനുഭവം പോലെ ഇത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ബുക്കാണിത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് പിന്നെ എൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടാണ് എൻ്റെ ലോകം. ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് വായിക്കുന്നതും ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലും ചെയ്യുന്നതും എല്ലാം ഇവിടെ ഇരുന്ന് തന്നെയാണ്. ഇവിടെ ഉള്ളതും എല്ലാം പഴയ ഫർണിച്ചർ തന്നെയാണ്, ഒന്നും പുതുതായിട്ട് വാങ്ങിച്ചില്ല. ഡൽഹിയിൽ നിന്ന് ഞങ്ങളോളം പഴക്കമുള്ള കുറേ ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും കേട് വരാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കളഞ്ഞില്ല. ഇതിലൊക്കെ ആണെങ്കിൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ അകത്ത് വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ബോക്സാണ്, ഇത്രയും വലിപ്പമുള്ള ബോക്സ് ഉള്ളിലും ഉണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് പോലെ ഇവിടെ ഉള്ളിടത്തും കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാനെടുത്ത്. ഇതായിപ്പോൾ ഞാനിവിടെ AC-യുടെ റിമോട്ട്, ടോർച്ച്, എൻ്റെ പെർഫ്യൂംസ്, ഇതാ കാണിക്കാം, മൂവ്, സിവിക്സ്, അങ്ങനെ എനിക്ക് എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന പൗച്ച്, ഇതെല്ലാം ബെഡിൻ്റെ ഈ തട്ടിൽ. ഇതിങ്ങോട്ട് തുറക്കാവുന്നതാണ്, ഈ വൈറ്റ് ഭാഗം ഇങ്ങോട്ട് തുറക്കാവുന്നതാണ്. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിന്നെ മൂവൊക്കെ എപ്പോഴും കാല് പുരട്ടാനൊക്കെ വേണം. പിന്നെ ഞാൻ രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ടാണ് ദിവസവും കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് എംടി സ്പേസ് എന്നുള്ള ഈ എച്ച്.മുക്കുട്ടിയുടെ ബുക്കാണ്. എംടി സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ. ഇത് MT വാസുദേവൻ്റെ എക്സ് വൈഫ് പ്രമീള നായരെക്കുറിച്ചുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആണ് ഈ ബുക്ക് റിലീസായത്. പിന്നെ എൻ്റെ ബുക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ അതും എടുത്തൊന്ന് വായിച്ച് നോക്കി ഒന്ന് സന്തോഷിക്കാറുണ്ട്. ഓരോ ചാപ്റ്ററും എല്ലാം ബൈഹാർട്ടാണെങ്കിൽ പോലും ഞാനതൊന്ന് വായിക്കാറുണ്ട്. പിന്നെ ഈ ബെഡിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ. ഇതിനി എൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് കയറുകയാണ്. ഇവിടെ വാഷ് ഏരിയയാണ് ആദ്യം കാണുന്നത്, ഹാൻഡ് വാഷ്. ഇത് പിന്നെ ഇവിടെ താഴെ ഞാൻ ഷൂ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. വീട് ചെറുതാണെങ്കിലും ഒന്നും പുറത്ത് വലിച്ച് വാരി ഇടാതെ എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധനങ്ങളും നമുക്കിങ്ങനെ പുറത്ത് വലിച്ച് വാരിയുണ്ട്. ഇത് തന്നെ പഴയ അടുക്കളയായിരുന്നു, പഴയ അടുക്കളയുടെ ബീമായിരുന്നു സിങ്കൊക്കെ ഉള്ളത്. അത് ഇടിച്ച് കളയാതെ അതിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഗ്രാനൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞപ്പം അത് നമുക്ക് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയായി. ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന കൂളറാണ്. ഈ മുറിയിൽ നല്ല ചൂടാണ്, അപ്പോൾ ഇത് ഉപകരിക്കും. പിന്നെ ഈ സ്റ്റോറേജിൽ നമ്മൾ തുണി തേക്കാൻ പറ്റും. തേപ്പ് പെട്ടി വെച്ചിട്ടുണ്ട്, മാറ്റുകളെ, ഉപയോഗിക്കാത്ത സാധനങ്ങളെ, പ്രൊവിഷൻ്റെ അധികം വരുന്ന അരി, ചാക്ക്, അങ്ങനെയുള്ളതെല്ലാം അവിടെ എടുത്ത് വയ്ക്കാം. ഈ ഡൈനിങ് ടേബിളും കുറേ പഴയ 1990 മുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിളാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഫർണിച്ചറിനെല്ലാം ഞാൻ ഒരേ കളറാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ കളർ തീം എനിക്കിഷ്ടമാണ്. ഈ വുഡൻ കളറല്ലാതെ ഈ കളറാണ് എനിക്കിഷ്ടം. ഇതിനകത്ത് എൻ്റെ ഉപയോഗിക്കാത്ത ക്രോക്കറീസൊക്കെ വെച്ചിരിക്കുക. ഇതും പഴയ കിച്ചൺ വാർഡ്രോബായിരുന്നു, അടവില്ലായിരുന്നു. ഞങ്ങളിതിനെ അടച്ചെടുത്തേ ഉള്ളൂ, ഇടിച്ച് കളഞ്ഞില്ല ഇതിനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇവിടെ നല്ല സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറേ ബാഗിനകത്തുനിന്ന് കുറേ യൂസ് ഇല്ലാത്ത തുണികളൊക്കെ വയ്ക്കാം. ഇതെൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ്.
ഈ ബെഡ്റൂം ആരും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്. ഈ ഫർണിച്ചറും ഇവിടെ തുറക്കാവുന്നതാണ്. ബോക്സ് ഉണ്ട്, കുറേ പില്ലോസ്, നമ്മുടെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ജാക്കറ്റ്സ്, കോട്ട്, വൂളൻ ക്ലോത്ത്സ് എല്ലാം ഇതിനകത്ത് പൊക്കോളും. വെളിയിലേക്ക് വ്യൂ ഉള്ളതാണ്. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് മഴ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല സുഖമായിട്ട് മഴ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇതാണ്ട് ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ വലിയ ബാഗുകൾ, അതായത് നമുക്ക് സഞ്ചികൾ, മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാനുള്ള സഞ്ചികളൊക്കെ വേണ്ടുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും. അതൊന്നും പുറത്ത് വലിച്ചു വാരിയിടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഒരുപാട് പഴയ അലമാരിയാണ്. ഞങ്ങൾ കുറേ മുന്നേ മേടിച്ച അലമാരിയാണ്. ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് കളഞ്ഞില്ല അതൊന്നും. ഇതെനിക്ക് എൻ്റെ പുസ്തക പ്രകാശനം ചെയ്ത സമയത്ത് എനിക്ക് പെണ്ണെഴുത്തിടം എന്ന സംഘടന തന്ന ഒരു ആദരവാണ്, ഒരു മൊമെൻറ്റോ. ഇതെൻ്റെ മോനും മരുമകളും. ഇത് എൻ്റെ SSLC ബാച്ചിൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ എനിക്ക് തന്നൊരു സ്നേഹ ആദരവിൻ്റെ മൊമെൻ്റ് ആണ്. അത് ഞാൻ സ്നേഹത്തോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ കിച്ചണിലെ പാത്രം കഴുകുന്ന ഏരിയയാണ്. കിച്ചണിലേക്ക് ഞാൻ സിങ്ക് ഉണ്ടെങ്കിലും ഈ ഏരിയയിലാണ്. ഇത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്പേസാണ്. അപ്പോൾ ഇവിടാണ് കൂടുതലും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതും. താഴെയുള്ള സ്ഥലത്ത് എപ്പോഴും ഉപയോഗിക്കാത്ത കുക്കർ, ഇഡ്ഡലി പാത്രം, അങ്ങനെ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഇവിടെ സ്ഥലമുണ്ട്. തേങ്ങയൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ ഇതിൻ്റെ കീഴിലാണ് ഇടുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതും ആരും ഉപയോഗിക്കുന്നില്ല എന്നെങ്കിലും ഇതിനെ ഞങ്ങൾ ഗോസിപ്പ് റൂമെന്ന് വിളിക്കും. അതായത് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കും, കിച്ചണിൽ നിന്ന് ചായയൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഇവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറയും. ആണുങ്ങളൊക്കെ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പോൾ ഏതോ ഒരു സഹൃദയൻ ഇങ്ങനെ പറഞ്ഞു, ആഹാ ഇവിടെ ഗോസിപ്പ് റൂമും ഉണ്ടോ, ഗോസിപ്പിലാണല്ലോ എല്ലാവരും. അങ്ങനെ ഈ റൂമിനെ ഞങ്ങൾ ഗോസിപ്പ് റൂമെന്ന് വിളിക്കും. പേര് പോലെ തന്നെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യാനും കൂട്ടുകാർ വരുമ്പോഴൊക്കെ കത്തി വയ്ക്കാനൊക്കെ നല്ലൊരു സ്ഥലം, ഒരു കൂൾ ഫീലിംഗ് ആണ്. നല്ല കാറ്റും വെളിച്ചവും എപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് ആ കിച്ചനാണ്. കിച്ചൺ നോക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു കിച്ചനാണ്. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും കൈ എത്തി എടുക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ചെറിയ കിച്ചനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട. വലിയ കിച്ചനാകുമ്പം നമുക്ക് പ്രായമായവർക്ക് കാലുമൊക്കെ വയ്യാതെ വരുമ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് ഓടാതെ. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്ലാന്റ് പൊട്ടിപ്പോകാനുള്ള ഹാൻഡിൽ പിടിയൊക്കെ പൊട്ടിയ കപ്പൊക്കെ കളയാതെ അതിനകത്തൊക്കെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ കൂടെ ഈ ഇതിലിട്ട് വെച്ചിരിക്കുന്നു. ഇതെൻ്റെ സ്പൂണ് ഒക്കെ, വാട്ടർ പ്യൂരിഫയർ, പിന്നെ അടുപ്പ്. ഈ അടുപ്പിനടുത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈ എത്തി എടുക്കത്തക്ക രീതിയിൽ എണ്ണയാണ് ഇത്. ഞാൻ വെളിച്ചെണ്ണയും പിന്നെ എന്തെങ്കിലും വടയോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾസ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലോണം ചൂടാക്കി അതിൻ്റെ സ്മെല്ല് കളഞ്ഞാൽ പിന്നെ കയ്പൊന്നും വരില്ല. ഇതെൻ്റെ ഉപ്പ്, മഞ്ഞൾ, പുളി, ഇത് 3 ഐറ്റം വയ്ക്കുന്ന ഭരണിയാണിത്. ഇവിടെ ഞാൻ കുറച്ച് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലും കാറ്റും എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പ്ലാന്റിന് വളരാനും നല്ല സൗകര്യമാണ്. കിച്ചണിൽ സൂര്യൻ ഉദിച്ചിറങ്ങിയതുപോലെയുള്ള വെളിച്ചമാണ് രാവിലെ തന്നെ. ലൈറ്റൊന്നും ഒരിക്കലും ഇടണ്ട, സന്ധ്യ കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ടാൽ മതി. എൻ്റെ ടിഷ്യൂ സ്റ്റാൻഡ്. ഇവിടെ പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ, ഡെയിലി യൂസിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കും കഴുകിയിട്ട്. ഇവിടെ എൻ്റെ ചപ്പാത്തി കല്ലും തവയും ദോശക്കല്ലും അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ സ്മൂത്തി ജാറാണ്. ഇതെൻ്റെ മിക്സി, ഇതെൻ്റെ മൈക്രോവേവ് ഓവൻ, കിച്ചൺ ടവൽസ്, കട്ടിംഗ് ബോർഡ്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഈ ചെറിയ കിച്ചണിൽ. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് എൻ്റെ കിച്ചൻ്റെ ഒരു ലുക്ക്. ഇതാ ഇവിടെ പിന്നെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് എടുക്കാത്തക്ക രീതിയിലാണ് മസാലകളും തേയിലയും പഞ്ചസാരയും കടുക് ജീരകം ഒക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ അടുപ്പിൻ്റെ അങ്ങോട്ട് നിന്ന് തന്നെ എനിക്ക് എടുക്കാം. ഇവിടെ സിലിണ്ടർ വയ്ക്കും. ഇവിടെ ഞാൻ തുടയ്ക്കുന്ന തുണികൾ, മോപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ ഇട്ടേക്കുന്നത്. അതൊന്നും വെളിയിലിടേണ്ട ആവശ്യമില്ല, അടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാക്ക് വന്നു. ഇതിനകത്ത് കപ്പുകളും അങ്ങനെയുള്ളതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ എൻ്റെ ഉപയോഗിക്കാത്ത സ്പൂണുകളെല്ലാം ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെഷർമെൻറ്റ് കപ്പൊക്കെ. ഇതാണെങ്കിൽ ഇതാണ് പൗച്ച്, ഫ്രീസർ ബാഗ് എന്ന് പറയും. മീനൊക്കെ വെട്ടിയതൊക്കെ സൂക്ഷിക്കാം, പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സൂക്ഷിക്കാം. ഇതെൻ്റെ പഴയ ഫ്രിഡ്ജ്. പിന്നെ അടുക്കളയിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലിരുന്നുകൊണ്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇത്രയാണ് എൻ്റെ അടുക്കളയുടെ ലുക്ക്. പിന്നെ എല്ലാവർക്കും വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്.